ക്രിസ്തുവിൽ സ്നേഹമുള്ള പ്രിയ സഹോദരി സഹോദരന്മാരെ, ഈ ഞായറാഴ്ച നമ്മൾ ആണ്ടുവട്ടത്തിലെ 11ാമത്തെ ഞായറാഴ്ചയിലേക്ക് പ്രവേശിക്കുകയാണ്. വചനധ്യാനത്തിലേക്ക് നിങ്ങളേവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ ഞായറാഴ്ച നമ്മൾക്കായി നൽകപ്പെടുന്ന വചനഭാഗം ദൈവരാജ്യത്തെക്കുറിച്ചുള്ള 2 ഉപമകളാണ്. വിത്തിൻ്റെ ഉപമയും കടുകുമണിയുടെ ഉപമയും. ഒരാൾ വയലിൽ പാകിയ വിത്തിനെ സദൃശ്യമാണ് ദൈവരാജ്യം എന്ന് യേശു പറയുന്നു. പകലും രാത്രിയിലും അയാൾ അധ്വാനിക്കുകയും വിശ്രമിക്കുകയും ചെയ്യുന്നു. എന്നാൽ അയാൾ അറിയാതെ ആ വിത്ത് വളർന്നു വരികയാണ്. അതുപോലെ തന്നെ കടുകുമണി എല്ലാ വിത്തുകളെക്കാളും ഏറ്റവും ചെറുതായ ഒന്നാണ്. എന്നാൽ അതിൽ നിന്നും വളർന്നു വരുന്നത് എല്ലാ പക്ഷികൾക്കും ചേക്കാരാൻ പാകത്തിലുള്ള വലിയ വൃക്ഷമാണ്. ഇപ്രകാരമാണ് ദൈവരാജ്യം എന്ന് യേശുനാഥൻ പറയുന്നു. ഈ 2 ഉപമകളിലൂടെ 2 പരസ്പര പൂരകങ്ങളായ ആശയങ്ങളാണ് യേശുനാഥൻ നമ്മോട് പറയുക. കാത്തിരിപ്പിൻ്റെ സമയത്തെക്കുറിച്ചും കാത്തിരിക്കേണ്ട രീതിയെക്കുറിച്ചും ഈ ഒരു ആശയത്തിലേക്ക് വെളിച്ചം വീശുന്നതാണ് ഇന്നത്തെ 1ാമത്തെ വായന. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിലൂടെ നമ്മൾ വായിച്ചു കേൾക്കുന്ന വചനഭാഗം അതിനൊരു ചരിത്ര പശ്ചാത്തലമുണ്ട്. ബാബിലോൺ പ്രവാസകാലത്ത് ജനങ്ങളുടെ കഷ്ടതകളും അവരുടെ ഹൃദയത്തിൻ്റെ ഭാഗമായിരുന്ന ജെറുസലേം ദേവാലയത്തിൻ്റെ പതനവും നമുക്ക് കാണാൻ സാധിക്കും. ഇപ്രകാരം എല്ലാം നശിച്ച് എല്ലാ പ്രതീക്ഷകളും അറ്റ് കഴിയുന്ന ഇസ്രായേൽ ജനങ്ങൾക്ക് പ്രവാചകൻ വലിയ പ്രത്യാശ കൊടുക്കുകയാണ്. ദാവീദിൻ്റെ വംശത്തിൽപ്പെട്ട എല്ലാവരും കൊല്ലപ്പെടുന്നു. ഏറ്റവും അവസാനത്തെ മകനും കൊല്ലപ്പെടുമ്പോൾ പിതാവായ ദൈവം ദാവീദിന് കൊടുത്ത വലിയ വാഗ്ദാനമുണ്ട്. നിന്റെ പാരമ്പര്യത്തിൽ നിന്നും ഞാൻ വലിയൊരു ജനതയെ ഉൽപ്പാദിപ്പിക്കുമെന്നും. എന്നാൽ ആ ഒരു വാഗ്ദാനത്തിന് മങ്ങലേൽക്കുന്നതായിട്ട് നമുക്ക് അവിടെ കാണാൻ സാധിക്കുക. ഇപ്രകാരമുള്ള ഒരു അവസ്ഥയിൽ എസെക്കിയേൽ പ്രവാചകൻ പറയുകയാണ്, ദേവദാരു വൃക്ഷം ഏറ്റവും ഉയർന്ന പർവ്വതത്തിൽ വച്ചു പിടിപ്പിക്കുകയും അത് നമ്മൾക്കൊരു സാക്ഷ്യമായി തീരുകയും ചെയ്യുമെന്ന്. ഇപ്രകാരം പ്രവാസത്തിൻ്റെ സഹനങ്ങളിൽ ഇരുന്നു കൊണ്ടുപോലും പ്രത്യാശയോടുകൂടി പ്രവാചകൻ ഇസ്രായേൽ ജനങ്ങളുടെ ജീവിതത്തെ നോക്കിക്കാണുകയാണ്. വലിയ പ്രത്യാശയോടുകൂടി ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ ആശ്രയിക്കുകയാണ്. ഈ വാഗ്ദാനത്തിൻ്റെ പൂർത്തീകരണമാണ് യേശുനാഥൻ നമ്മൾ കാണുക. യേശുനാഥൻ ഇപ്രകാരം ഈ ലോകത്തിലേക്ക് കൊടുക്കുന്ന പുളിപ്പായിട്ട് ദൈവരാജ്യം മാറുകയാണ്. ആ പുളിപ്പ് മുഴുവൻ മാവിനെയും പുളിപ്പിക്കുന്നത് പോലെ ഈ ലോകം മുഴുവനും ദൈവരാജ്യത്തിൻ്റെ സമൃദ്ധിയിലും ആത്മാവിലും നിറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്രകാരം ഇന്നത്തെ 1ാമത്തെ ഉപമയിലൂടെ യേശുനാഥൻ നമ്മോട് പറയുകയാണ്, ദൈവരാജ്യത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കണം. കാത്തിരിപ്പിൻ്റെ ഒരു സമയമുണ്ട്. ക്ഷമയോടുകൂടി കാത്തിരിക്കാൻ നമുക്ക് സാധിക്കണം. യഥാർത്ഥമായ വിശ്വാസമുള്ള വ്യക്തികൾക്ക് മാത്രമേ ക്ഷമയോടുകൂടി നമ്മുടെ ജീവിതത്തിൻ്റെ സഹനങ്ങളിൽ ദൈവരാജ്യത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് കാത്തിരിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ ഉപമയിൽ പിതാവായ ദൈവം ഒരു വിതക്കാരനെ തുല്യനാണ്. ആ വിതക്കാരനെ എപ്പോഴാണ് താൻ വിതച്ച വിത്ത് പൊട്ടിമുളയ്ക്കുക, ചെടിയായി മാറുക എന്ന് അറിയാൻ സാധിക്കുകയില്ല. എന്നാൽ ആ വിതക്കാരനെ അറിയാവുന്ന ഏക കാര്യം കാത്തിരിക്കുക എന്നുള്ളതാണ്. വിളവെടുപ്പിന് വേണ്ടി കാത്തിരിക്കുക. ഇപ്രകാരം ദൈവം വിളവെടുപ്പിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ദൈവം പാകിയ വിത്താണ് യേശുനാഥൻ. വചനമാകുന്ന യേശു അതിൻ്റെ പൂർണ്ണതയിൽ നമ്മൾക്ക് ഫലം തരും. നമ്മുടെ ജീവിതത്തിലും ഇപ്രകാരമുള്ള കാത്തിരിപ്പിൻ്റെ സ്വഭാവം ഉണ്ടാകണമെന്ന് തന്നെയാണ് ദൈവം പറയുക. ഇവിടെ വളരെ ക്ഷമയോടുകൂടി കാത്തിരിക്കുന്ന കൃഷിക്കാരനെയാണ് അവതരിപ്പിക്കുന്നത്. ക്ഷമ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ദൗർബല്യമല്ല, മറിച്ച് അത് സ്നേഹമായിട്ടാണ് അവതരിപ്പിക്കുന്നത്. സ്നേഹത്തോടുകൂടി കാത്തിരിക്കുന്ന, പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു ദൈവത്തെയാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുക. ഇപ്രകാരം നമ്മിൽ പാകിയിരിക്കുന്ന സ്നേഹത്തിൻ്റെ വിത്തിൻ്റെ പൂർണ്ണ ഫലത്തിലേക്ക് ക്ഷമയോടുകൂടി കാത്തിരിക്കുന്ന പിതാവായ ദൈവത്തിൻ്റെ ചിത്രം ഈ ഉപമയിൽ തെളിഞ്ഞു കിട്ടുന്നു. പലപ്പോഴും ദൈവത്തിൻ്റെ ക്ഷമാപൂർവമായ കാത്തിരിപ്പ് നമ്മൾ വ്യത്യസ്തമായിട്ട് വ്യാഖ്യാനിക്കാറുണ്ട്. ദൈവസാന്നിധ്യത്തിൻ്റെ അഭാവത്തെ പലപ്പോഴും തെറ്റായി വ്യാഖ്യാനിക്കുന്ന പല സന്ദർഭങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ, ഇരുണ്ട രാത്രികളിൽ, തിന്മയുടെ ആക്രമണങ്ങളിലുമൊക്കെ, തിന്മയുടെ വിജയത്തിലുമൊക്കെ എന്തുകൊണ്ടാണ്
ദൈവം പ്രവർത്തിക്കാത്തത് എന്ന ഒരു നെഗറ്റീവ് ചിന്തയിലേക്ക് നമ്മൾ കടന്നു വരുന്നുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ ക്ഷമാപൂർവമായ കാത്തിരിപ്പ് അതൊരു ദൈവത്തിൻ്റെ നിശബ്ദതയായിട്ട് മാറ്റിക്കൊണ്ട്, ദൈവമില്ലാത്ത അവസ്ഥയായി മാറ്റിക്കൊണ്ട് നമ്മൾ വ്യാഖ്യാനിക്കുമ്പോൾ അത് ശരിയായ വ്യാഖ്യാനമായിട്ട് മാറുന്നില്ല. എന്നാൽ ആ നിശബ്ദതയിലും നമ്മെ താങ്ങുന്ന ദൈവത്തെയാണ് കുരിശിൽ കിടക്കുന്ന യേശുനാഥൻ നമുക്ക് കാണിച്ചു തരിക. പിതാവേ, എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചുവെന്ന് ചോദിച്ചുകൊണ്ട് യേശുനാഥൻ അലറിക്കരയുമ്പോൾ ആ കരച്ചിലിനെ ക്രൂരമായ മൗനമായിട്ടാണ് പലരും വ്യാഖ്യാനിക്കുക. എന്നാൽ ക്രൂരമായ മൗനമല്ല, മറിച്ച് പിതാവായ ദൈവത്തിൻ്റെ അഗാധമായ സ്നേഹമാണ് അവിടെ വെളിപ്പെട്ട് കിട്ടുക. ഇപ്രകാരം നമ്മുടെ ഇരുണ്ട രാത്രികളിലും നമ്മുടെ സഹനങ്ങളിലുമൊക്കെ ഈ ദൈവസ്നേഹത്തെ തിരിച്ചറിയാൻ സാധിക്കണമെങ്കിൽ യഥാർത്ഥമായ എളിമയുള്ള വിശ്വാസം നമുക്കുണ്ടായിരിക്കണം. ജോൺ 23 മാർപ്പാപ്പ ഇപ്രകാരമുള്ള ഒരു വിശ്വാസത്തെയാണ് എടുത്തു കാണിക്കുന്നത്. അദ്ദേഹം പറയുന്ന വാക്കുകൾ: ദൈവത്തിൻ്റെ എളിയ ദാസനായ ഞാൻ കർത്താവിൻ്റെ കരം പിടിച്ചുകൊണ്ട് നടക്കുമ്പോൾ ഗലീലി തടാകം മാത്രമല്ല, ഈ ലോകത്തിലെ എല്ലാ കടലുകളും മറികടക്കുവാനായിട്ട് എനിക്ക് സാധിക്കുമെന്ന്. ഇപ്രകാരം എളിമയോടുകൂടി ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ മൗനം പലപ്പോഴും നമ്മൾക്ക് ശക്തിയായിട്ട് മാറുക. ദൈവരാജ്യത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുക. നമ്മിൽ പാകിയിരിക്കുന്ന നന്മയുടെ പൂർണ്ണ വളർച്ചയിലേക്ക് നമ്മൾ തീക്ഷ്ണതയോടുകൂടി, ശ്രദ്ധയോടുകൂടി, ജാഗ്രതയോടുകൂടി കാത്തിരിക്കേണ്ടതുണ്ട്. അതിന് വേണ്ട വിശ്വാസം ആർജിക്കാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ രണ്ടാമത്തെ ഉപമ മറ്റൊരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ചെറുതായിരിക്കുന്ന പ്രശ്നത്തെക്കുറിച്ചും ആ ചെറുതിൽ ഒരാൾ അനുഭവിക്കുന്ന വിവിധങ്ങളായ ബുദ്ധിമുട്ടുകളെക്കുറിച്ചുമാണ് ഇവിടെ പറയുക. കടുകുമണി ഏറ്റവും ചെറിയ വിത്താണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവം ഭാഗ്യയിരിക്കുന്ന ഓരോ നന്മകളും. ഈ നന്മകൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. ചെറുതായിരിക്കുമ്പോൾ മറ്റുള്ളവരിൽ നിന്നും അനുഭവിക്കേണ്ടി വരുന്ന യാതനകൾ, പീഡകൾ, ഇതൊക്കെ അതിൻ്റെ പൂർണ്ണ വളർച്ചയിലേക്ക് ഒരു തടസ്സമായിട്ട് മാറാറുണ്ട്. ഇവിടെ യേശുനാഥൻ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, എളിമയാണ് വിജയം വരിക്കുക. പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതത്തിൽ പ്രകാരം പറയുന്നുണ്ട്: ശക്തന്മാരെ അവിടുന്ന് സിംഹാസനത്തിൽ നിന്നും താഴെയിട്ടുവെന്ന്, ഹൃദയത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിക്കുന്നുവെന്ന്. ഇപ്രകാരം ഈ ലോകം നേടുന്നവർ അത് എളിമയുള്ള വ്യക്തികളാണ്. എളിമയുള്ള വ്യക്തികളോട് മാത്രമേ ഈ ലോകത്തിന് രക്ഷ നേടാൻ കഴിയുകയുള്ളൂ. മനുഷ്യരുടെ ശക്തിയല്ല ഈ ലോകത്തെ മാറ്റുന്നത്, മറിച്ച് ദൈവിക ശക്തിയാണ് ഈ ലോകത്തിന് രക്ഷ കൊണ്ടുവരിക. മനുഷ്യരുടെ ശക്തി ഉപയോഗിച്ചുകൊണ്ട്, ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന എല്ലാ നേട്ടങ്ങൾക്കും മുൻപിൽ നിസ്സഹായനായിട്ട് നിൽക്കുന്ന മനുഷ്യരെയാണ് നമ്മൾ കാണുക. ഇന്ന് ഈ ലോകം മനുഷ്യരുടെ നിണത്താൽ നിറയുമ്പോൾ ഓർക്കുക, മനുഷ്യ പുരോഗതി കൊണ്ടുവരുന്ന നഷ്ടങ്ങൾ. എന്നാൽ മനുഷ്യ പുരോഗതിയിലല്ല, മറിച്ച് ദൈവത്തിലുള്ള എളിമയുള്ള വിശ്വാസമാണ് ഈ ലോകത്തിനെ മാറ്റാൻ സാധിക്കുക. നമ്മൾ ദൈവത്തിലുള്ള വിശ്വാസം ഈ ലോകത്തെ അടക്കി ഭരിക്കുന്നതിന് വേണ്ടിയല്ല ഉപയോഗിക്കുക, മറിച്ച് ഈ ലോകത്തെ സ്നേഹിക്കുന്നതിന് വേണ്ടിയാണ്. ഹൃദയത്തിൽ അഹങ്കരിക്കുന്ന വ്യക്തികൾ ബാബേൽ ഗോപുരം പണിയുന്ന വ്യക്തികളെ പോലെയാണ്. അതിൻ്റെ തകർച്ച എത്രയെന്ന് നമുക്കറിയാം. എന്നാൽ ഹൃദയത്തിൽ സ്നേഹം പേറിക്കൊണ്ട് ഈ ലോകത്തെ സേവിക്കുവാൻ നമ്മൾ പുറപ്പെടുമ്പോൾ അവിടെയാണ് യഥാർത്ഥമായ ദൈവരാജ്യം വളർന്നു വരിക. ഈ രണ്ട് ഉപമയുടെയും വെളിച്ചത്തിൽ മറ്റൊരു കാര്യം കൂടി നമുക്ക് ചിന്തിക്കാൻ സാധിക്കും. എങ്ങനെയാണ് ഒരാളുടെ വിജയം അളക്കുന്നത്? ഒരാൾക്ക് വിജയം നേടിത്തരുന്നത് അയാളുടെ ശക്തിയും അയാളുടെ അധികാരവും പണവും അല്ലെങ്കിൽ ആരോഗ്യവുമല്ല, മറിച്ച് യഥാർത്ഥമായ സ്നേഹമാണ്. അതുകൊണ്ട് സ്നേഹത്തിലായിരിക്കുവാനുള്ള ഒരു ക്ഷണമാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുക. യേശുവുമായിട്ട് ചേർന്നിരിക്കുക, യേശുവുമായിട്ട് ഐക്യപ്പെട്ടിരിക്കുക, ആ ഒരു അവസ്ഥയിലാണ് യഥാർത്ഥമായ വിജയം നമുക്ക് വരിക്കാൻ സാധിക്കുക. മദർ തെരേസയോട് നിങ്ങളുടെ വിജയം നിങ്ങൾ എപ്രകാരം അളക്കുന്നുവെന്ന് ചോദിച്ച പത്രപ്രവർത്തകനോട് മദർ തെരേസ പറയുന്ന കാര്യം ഇതാണ്: വിജയത്തെക്കുറിച്ച് ദൈവം സംസാരിച്ചതായി ഞാൻ കേട്ടിട്ടില്ല. എന്നാൽ ഒരു കാര്യം മാത്രമാണ് ദൈവം എന്നോട് പറയാറ്: ദ ഫെയ്ത്ത്ഫുൾനെസ് ഇൻ ലവിങ്, സ്നേഹത്തിൽ ഉള്ള വിശ്വാസം. ആ വിശ്വാസത്തിൽ ജീവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് യഥാർത്ഥമായ വിജയമുണ്ടാവുക. നമ്മളും ദൈവരാജ്യത്തിൻ്റെ വാക്താക്കളാണ്. നമ്മിൽ പാകിയിരിക്കുന്ന നന്മയുടെ വിത്തുകളുടെ പൂർണ്ണതയിലേക്ക് വളരാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. അതിനുവേണ്ടി കാത്തിരിക്കുവാനുള്ള സമയവും
കാത്തിരിക്കുന്ന രീതിയും അഭ്യസിക്കുവാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.